ജോബിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലേ. അതിനു വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പേര് സ്വിംഗ് ട്രേഡിംഗ് ആയിട്ടും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും ചെയ്യുന്നവരുണ്ട്. ഇതിൽ തന്നെ ഇന്ന് ഒരുപാട് പേര് ഇൻട്രാഡേ ട്രേഡിംഗിലേക്ക് വരുന്നവരുണ്ട്. അപ്പൊ അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡിംഗിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാന്നുള്ളതാണ്. അതായത് നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഇപ്പോൾ ഒരു 1 ഇയർ അല്ലെങ്കിൽ 5 ഇയർ 10 ഇയർ ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസിനൊക്കെ കൂടുതൽ നിങ്ങൾക്ക് ഷോർട്ട് ടൈമിൽ ഒരു 1 മന്ത് 2 മന്തിലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, റിസ്ക്കും വരുന്നുണ്ട്. അപ്പോൾ ഈ ഇൻട്രാഡേ ട്രേഡിംഗിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ക്യാപിറ്റൽ മാനേജ്മെന്റ്. അതായത് നിങ്ങൾ ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആവറേജിങ് വരുന്നുണ്ട്, സ്കാൽപ്പിംഗ് വരുന്നുണ്ട്, ലെയറിംഗ് ആയിട്ട് വരുന്ന ട്രേഡിങ്ങുകളുണ്ട്. അപ്പോൾ ഓരോ ട്രേഡിങ്ങിനും പല വിധത്തിലുള്ള ക്യാപിറ്റലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നിങ്ങളൊരു ആവറേജിങ് അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും ഒരു $100 മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത്